ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നമ്മുടെ ഈ സൗഹൃദ യാത്രയിൽ ഇന്നൊരു കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ പ്രഗത്ഭനായ മിടുക്കനായ ഒരു ഡോക്ടർ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി അദ്ദേഹം തന്റെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് പാഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രാന്തി നൽകിച്ചിരുന്നു. തനിക്ക് സമയത്ത് എയർപോർട്ടിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് അദ്ദേഹം വല്ലാതെ ആശങ്കപ്പെട്ടു. യാത്ര മുന്നോട്ട് പോകവേ പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് വല്ലാത്ത മാറ്റം സംഭവിച്ചു. ശക്തമായ മഴയും ഇടിയും ഒക്കെ കൊണ്ട് ഇനി മുന്നോട്ട് യാത്ര തുടരാൻ കഴിയില്ലെന്ന് വിമാനത്തിലെ അധികൃതർ അറിയിക്കുകയുണ്ടായി. അങ്ങനെ തൊട്ടടുത്ത എയർപോർട്ടിലായി വിമാനം നിർത്തേണ്ടി വന്നു. സമയത്ത് തന്നെ എത്താൻ കഴിയുമോ എന്ന് നേരത്തെ തന്നെ ഡോക്ടർക്ക് ആശങ്കയായിരുന്നു. അതിന്റെ കൂടെ ഈ യാത്ര നിർത്തിവെച്ചുള്ള നടപടി അതും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അടുത്ത് നിന്ന ഒരാൾ ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം പറഞ്ഞു, താങ്കൾക്ക് അവിടെ സമയത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഫ്ലൈറ്റ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് യാത്ര പുനരാരംഭിക്കുകയുള്ളൂ. താങ്കൾക്ക് സമയത്തോടെ എത്തണമെങ്കിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് താങ്കൾക്ക് പോകാവുന്നതാണ്. കുറച്ച് സ്പീഡിൽ വിട്ടുപോയാൽ താങ്കൾ പറയുന്ന സമയത്ത് താങ്കൾക്ക് അവിടെ എത്താൻ സാധിക്കും. ഇത് കേട്ട ഡോക്ടർ അപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യുകയും ക്യാബിൽ കയറി തന്റെ യാത്ര തുടരുകയും ചെയ്തു. യാത്ര മുന്നോട്ട് പോകവേ ഡോക്ടർ ഡ്രൈവറോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എത്രയും സ്പീഡിൽ കഴിയുമോ അത്രയും സ്പീഡിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് സമയത്ത് എത്തേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ട ഡ്രൈവർ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ കുറച്ചു ദൂരം പോകവേ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് കാലാവസ്ഥ മാറിയിരുന്നു. മഴ ശക്തമായിരുന്നു. ഇത് കാരണം ഡ്രൈവർ പറയുകയുണ്ടായി, ഡോക്ടർ, നമുക്ക് യാത്ര തുടരാൻ സാധിക്കില്ല, എനിക്ക് വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ലത് നാം എവിടെയെങ്കിലും ഈ വണ്ടി ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ്. കാലാവസ്ഥ കുറച്ചൊന്ന് മെച്ചപ്പെട്ടതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. ഡോക്ടറുടെ മനസ്സിൽ ആദ്യം ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് ദേഷ്യം ഇല്ലാതാവുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു വശത്തായി തങ്ങളുടെ വണ്ടി ഒതുക്കുകയുണ്ടായി. ചുറ്റും നോക്കിയ ഡോക്ടർക്ക് അവിടെ എങ്ങും ഒരു വീട് പോലും കാണാൻ ദൂരത്തായി ചെറിയൊരു പ്രകാശം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം അങ്ങോട്ട് നടക്കുകയുണ്ടായി. അതൊരു ചെറിയ കുടിലായിരുന്നു. ജനലിലൂടെ നോക്കിയ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഏറെ വൃദ്ധയായ ഒരു സ്ത്രീ കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ മുഴുകുന്നതാണ്. തൊട്ടടുക്കിയായ ഒരു കുട്ടി, അത് അവരുടെ കൊച്ചുമോനാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ വാതിലിൽ മുട്ടുകയുണ്ടായി. ആ സ്ത്രീ വന്നു വാതിൽ തുറന്നു. ഡോക്ടർ അവരോട് തങ്ങളിവിടെ ഇറങ്ങാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചു. സ്ത്രീ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയുണ്ട്. അവിടെ ഇരുന്ന ഡോക്ടറോട് ആ സ്ത്രീ പറയുകയുണ്ടായി, ഞാൻ പ്രാർത്ഥനയിലായിരുന്നു, ഇതെന്റെ കൊച്ചുമോനാണ്. ഇവിടെ എല്ലാ ആശുപത്രികളിലും എൻ്റെ കുഞ്ഞിനെ കാണിക്കുകയുണ്ടായി, പക്ഷെ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. അവരെല്ലാം പറയുകയുണ്ടായി, ഏറെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ കുറച്ച് ദൂരത്തായിട്ടുണ്ട്, അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കും. എനിക്ക് എങ്ങനെയാണ് ആ ഡോക്ടറെ പോയി കാണാൻ സാധിക്കുന്നത്? ഞാൻ ആ പ്രാർത്ഥനയിലാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ വിശ്വാസമാണ്. ഉറപ്പായിട്ടും ദൈവം ആ ഡോക്ടറെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പാട്രിക് എന്നാണ്. ഇത് കേട്ട ഡോക്ടറുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടർ ഞാനാണ്. അതും വരെ ഇന്ന് താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. എൻ്റെ പ്ലാനിങ് അല്ല, മറിച്ച് ദൈവത്തിന്റെ നിശ്ചയമാണ് താൻ ഇവിടെ വരണമെന്നുള്ളത്. പ്രാർത്ഥനകൾ എപ്പോഴും പാലിക്കപ്പെടും. നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, പ്രാർത്ഥന ഒരു ആയുധമാണ്. എല്ലാവർക്കും സ്നേഹം. ശുഭദിനം.